സത്യത്തിൽ നിങ്ങളെ കൂട്ടാത്തന്റെ സങ്കടത്തിലാണ് ഞാൻ ഇവിടുന്ന് പോയതെങ്കിലും അവിടെ ചെന്ന് തുണികളൊക്കെ എടുത്തപ്പോ സന്തോഷായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറുകളാ ചേച്ചി എടുത്തിരിക്കുന്നത്. ചുരിദാർ എല്ലാവർക്കും എടുത്തേ. പുതിയ ഫാഷനിലുള്ളതാ. എല്ലാം തുണിയല്ല, റെഡിമെയ്ഡാ. ഞങ്ങളുടെ സൈസ് കറക്റ്റ് ആയില്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാൻ പറ്റുമോ? അതെന്താ ആരാധ്യ നീ അങ്ങനെ പറഞ്ഞേ? മാറ്റി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കെന്താ നിങ്ങളുടെ അളവും ഭാഗവും അറിയില്ലേ? കുഞ്ഞുനാൾ മുതൽ നിങ്ങൾക്ക് തുണിയെടുക്കുന്നത് ഞാനല്ലേ? ആർക്കും എന്തോ ഒരു സന്തോഷമില്ലാത്ത. ഇതെന്തു പറ്റി? നിങ്ങൾ രണ്ടൊന്നും മിണ്ടാത്തെന്താ? എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വരാൻ പറ്റാത്തതിന്റെ വിഷമമാണോ? ഞാൻ നിർബന്ധിച്ച് പറഞ്ഞല്ലേ. വരുന്നില്ലാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? ആ സമയത്ത് പിന്നെ ഞങ്ങൾ എന്ത് പറയണമായിരുന്നു? എന്ത് ചെയ്യാനാ മോളെ? മാമിയും സുമേഷേട്ടനും താല്പര്യം കാണിക്കാത്തോണ്ടല്ലേ? നിങ്ങളെ കൂടെ കൂട്ടിയെ പറ്റുമെന്ന് വാശി പിടിച്ചാ പിന്നെ അതൊരു വഴക്കാവൂന്ന് പേടിച്ചിട്ടാ. ഒരു നല്ല കാര്യമല്ലേ, തടസ്സം നിൽക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളെക്കാളും എനിക്ക് നല്ല സങ്കടം ഉണ്ടാക്കാര്യത്തില്. നിങ്ങളോ? നമ്മളെന്നല്ല ചേച്ചി ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. സാരികളൊന്നും എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നീ സാധാരണ വല്ലപ്പോഴും അല്ലേ സാരി ഉടുക്കാറുള്ളൂ. നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? നീ ഇത് ഏത് ലോകത്താ മോളെ? ടെക്സ്റ്റൈൽസിൽ. എന്റെ ചിന്ത മുഴുവൻ അവിടെയാ. അതെന്താ, കൂടുതൽ എന്തെങ്കിലും വാങ്ങണമായിരുന്നോ? അതല്ലമ്മേ, അവിടെ മറ്റൊരു പെണ്ണും ചെറുക്കനും നമ്മളെപ്പോലെ തന്നെ വെഡിങ് പർച്ചേസിന് വന്നിരുന്നു. അതിനെന്താ? അവർക്ക് അഭിമന്യുവായിട്ടും അഭിമന്യുവിന്റെ കുടുംബമായിട്ടും അടുത്ത ബന്ധമുണ്ട്. ആ, അഭിമന്യുവിന്റെ അനിയത്തി പോയിന്ന് സംസാരിക്കുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. അമ്മേ, അത് വെറും സംസാരമല്ല. മുൻപ് അഭിക്ക് കല്യാണം ആലോചിച്ച പെണ്ണ അവിടെ പുടവെടുക്കാൻ വന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ കേട്ടു അവളും അബിയുടെ പെങ്ങളുമായിട്ടുള്ള സംസാരം. അത് മാത്രമല്ല, അവളും അബിയുമായിട്ട് സംസാരിക്കുന്നതും ഞാൻ കണ്ടു. ആ സംസാരത്തിലുള്ളൊരു ആവേശത്തിന്റെയോ താല്പര്യത്തിന്റെയോ 10-1 അബിക്ക് എന്നോടില്ല. ഇല്ല മോളെ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചില കാര്യങ്ങള് നമുക്ക് വെറുതെ തോന്നും. ഇത് വെറുതെ ഒന്നും അല്ലമ്മേ. അവർ തമ്മിൽ എക്സ്ട്രാ ഓർഡിനറി റിലേഷൻഷിപ്പ് ഉണ്ട്. സാധാരണ ഇതുപോലെ വെറുതെ സംശയങ്ങൾ തോന്നുന്നത് എനിക്കാ. ഇപ്പൊ നിനക്കും തുടങ്ങിയോ? അതല്ലമ്മേ, അതിലെന്തോ ഒരു അസ്വാഭാവികത ഉണ്ട്. ആ ടെക്സ്റ്റൈൽസിൽ വെച്ച് തന്നെ അബി അവൾക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നതിനും ഞാൻ സാക്ഷിയാ. എന്റെ മനസ്സിൽ നിന്നും അതിങ്ങോട്ടും പോകുന്നില്ല.